ഒരുപാട് ആളുകൾ, പല സ്വഭാവക്കാർ, പല ടൈപ്പ് ഭക്ഷണവും സ്വഭാവവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് തിരുവനന്തപുരം ആറ്റുകാൽ ദേവി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് ഡോക്ടർ ശുഭശ്രീ പ്രശാന്താണ്. ഡോക്ടറെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. പലതരത്തിലുള്ള ആൾക്കാർ, അതുപോലെ തന്നെ പലതരത്തിലുള്ള ഭക്ഷണം. അപ്പം ആൾക്കാരുടെ സ്വഭാവവും ഭക്ഷണവും ഏകദേശം എന്തായാലും ഒന്നിനെ ആശ്രയിച്ചൊന്നിരിക്കും എന്തായാലും. അപ്പോൾ ഈ ഭക്ഷണവും സ്വഭാവവും തമ്മിൽ എന്തെങ്കിലുമൊക്കെ റിലേഷൻസ് ഉണ്ടാകും. അപ്പം എങ്ങനെയാണ് ഭക്ഷണവും സ്വഭാവവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്? ആദ്യമേ ഒരു ചെറിയ ഉദാഹരണത്തോടെ തന്നെ തുടങ്ങാം. നമ്മൾ ഒരു ഗ്ലാസ്സിൽ മദ്യവും ഒരു ഗ്ലാസ്സിൽ പാലും വെക്കുകയാണ്. രണ്ട് വ്യക്തികൾക്ക്, ഒരാൾക്ക് മദ്യവും ഒരാൾക്ക് പാലും കൊടുത്തു കഴിഞ്ഞാൽ ഈ മദ്യം കഴിച്ച വ്യക്തിയും പാല് കഴിച്ച വ്യക്തിയും ഇവർ രണ്ടുപേരും ചെയ്യുന്ന രീതികൾ ഒരുപോലെ ആയിരിക്കുമോ? ഉത്തരം അല്ല, ഒരിക്കലും അല്ല അല്ലേ? മദ്യം കഴിക്കുന്ന വ്യക്തി എന്താണോ ചെയ്യുന്നത്, എന്താണോ പ്രവർത്തിക്കുന്നത്, ആ വ്യക്തിയെ സ്വാധീനിക്കുന്നത് ആ വ്യക്തിയുടെ ഉള്ളിലിരിക്കുന്ന മദ്യമായിരിക്കും അല്ലേ? പാല് കഴിക്കുന്ന വ്യക്തിക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ വഴിയില്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ, ഭക്ഷണത്തിനും അതുപോലെ തന്നെ അവൻ്റെ ചെയ്തികൾക്കും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ളത്. അപ്പം മദ്യം ഒരു ലഹരി വസ്തു ആയതുകൊണ്ടാണ് അങ്ങനെയെന്ന് പറയപ്പെടുന്നവരും ഉണ്ടാകാം. പക്ഷെ അങ്ങനെ അല്ലാതെ തന്നെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങൾ, ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ നോക്കി വരുമ്പോൾ പ്രധാന കാരണം ഭക്ഷണം തന്നെയാണ് അല്ലേ? നമ്മൾ നാവ് കൊണ്ടും അല്ലെങ്കിൽ പിന്നെ സെൻസ് ഓർഗൻസ് ഉപയോഗിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന പല പല അസുഖങ്ങളുടെ ഭാഗമായിട്ടാണ് ജീവിതശൈലി രോഗങ്ങളിലോട്ട് മാറിയത് അല്ലേ? നമ്മൾ പണ്ട് കാലത്ത് അല്ലെങ്കിൽ പറയപ്പെടുന്നത് 3 തരത്തിലുള്ള ഭക്ഷണ രീതികളെ കുറിച്ച് പറയപ്പെടുന്നത്. അതായത് രജസിക് ഭക്ഷണ രീതികൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അധികമായ മസാലകളും അതുപോലെ തന്നെ കൊഴുപ്പടങ്ങിയതും നാരിൻ്റെ അംശം തീരെ ഇല്ലാത്തതുമായ ഭക്ഷണ രീതികളെക്കുറിച്ച് പുരാണങ്ങളിൽ പ്രതിപാദനം. നമ്മുടെ ഇന്നത്തെ കാലത്തെ പറയുന്ന ജങ്ക് ഫുഡ്സും അതുപോലെ തന്നെ ഹൈ ഫാറ്റ് ഫുഡ്സും ഇതെല്ലാം ആ രീതിയിൽ പണ്ട് കാലത്ത് പറഞ്ഞിരുന്ന തമസിക് ഭക്ഷണ വിഭാഗത്തിൽ പെടുന്നവയാണ്. രണ്ടാമത് പറയുന്ന വിഭാഗം രജസിക് ഭക്ഷണ വിഭാഗമാണ്. ഇതിനകത്താണെങ്കിൽ വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും എല്ലാം തന്നെ അളവ് വളരെയധികം കുറവാണ്. ഇവയെല്ലാം കൂടുതലായിട്ട് നിൽക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ കൊഴുപ്പും അതുപോലെ കാർബൺ ഡയോക്സൈഡും മറ്റു ഉള്ളവയുമാണ്. മധുരം, അപ്പോൾ മധുരം നമുക്ക് ഒരുപാട് കഴിക്കുമ്പോൾ നമുക്കറിയാം അല്ലെ, ജീവിതശൈലി രോഗങ്ങളായ ഡയബറ്റീസിനോട്ട് നമുക്ക് വഴിതിരിക്കുക. അപ്പം അതും അന്ന് കാലത്ത് പണ്ട് പുരാണങ്ങളിൽ തന്നെ നമ്മൾ പറഞ്ഞു വച്ചിരുന്ന ഭക്ഷണ സ്വഭാവം. അപ്പം അന്നേ പറയുന്നുണ്ട്, അത് കിരാതന്മാരുടെ ഭക്ഷണ രീതിയിലാണ് ഈ തമസിക്കും രജസിക്കും ഒക്കെ വരുന്നത് അല്ലേ? അപ്പോൾ അവരുടെ സ്വഭാവത്തിലും ആ രീതിയാണ്. അതേസമയം സാത്വികന്മാരുടെ ഭക്ഷണ രീതി അല്ലെങ്കിൽ മുനിവർഗ്ഗങ്ങളുടെ ഭക്ഷണ രീതി എന്ന് പറയുന്നത് സാത്വിക് ഭക്ഷണമാണ്. അതായത് അവർ പഴവർഗ്ഗങ്ങളും പാലും മറ്റുള്ളവയുമാണ് ഭക്ഷിക്കുന്നത്. അപ്പോൾ ആ ഭക്ഷണ രീതി കഴിക്കുന്ന അവരുടെ ശാന്തശീലമായ സ്വഭാവം, അവർക്ക് ഏകാഗ്രത കൂടുതലുണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ അവരെ സ്വാധീനിക്കുന്ന ഭക്ഷണ രീതികൾ പണ്ട് പറഞ്ഞു വെക്കുന്ന ഇപ്പോൾ ശാസ്ത്രം ഏതാണ്ട് അത് പ്രൂവ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ സാത്വിക് ഭക്ഷണ രീതികൾ എന്ന് പറയുമ്പോൾ നാരിൻ്റെ അംശം ധാരാളം അടങ്ങിയ ഭക്ഷണം. നമ്മുടെ ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ വെജിറ്റേറിയൻ ഡയറ്റിലോട്ട് പോകും. എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ ഡയറ്റിലോട്ട് നമുക്ക് മാറാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നിരുന്നാലും ആ ഒരു ഭക്ഷണ രീതി, അതായത് എന്തും മിതമായി കഴിക്കുക എന്നുള്ള ഒരു രീതിയിലോട്ട് നമുക്ക് മാറുകയാണെങ്കിൽ ആ സാത്വിക് ഭക്ഷണ രീതിയുടെ അകത്തോട്ട് വരാം. അപ്പോൾ ആ ഒരു സ്വഭാവത്തിലും അതുമായിട്ടുള്ള സാത്വികമായ സ്വഭാവങ്ങൾ നമുക്ക് കൈവന്ന് പെടുന്നു. അത് സ്വഭാവത്തിൽ മാത്രമല്ല, മറ്റുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഈ ഭക്ഷണ രീതി നമ്മെ സ്വാധീനിക്കുന്നു. കുട്ടികളിലാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അവരുടെ ഏകാഗ്രത, ഓർമ്മശക്തി, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഉച്ചയ്ക്ക് ഒരു നല്ല രീതിയിൽ ഒരു ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ നന്നായി ഒന്ന് ഉറങ്ങുക എന്നുള്ളതാണ് അല്ലേ? അപ്പം ബിരിയാണി എന്ന് പറയുന്ന ഭക്ഷണം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ വിഭാഗത്തിൽ പെടുകയാണെങ്കിൽ രജസിക് ഭക്ഷണ വിഭാഗത്തിൽ പെട്ടതാണ്. അപ്പോൾ അത് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് എന്താണ്? മടി എന്ന് പറയുന്ന ഒരു രീതിയിലുണ്ടാവും. നമ്മുടെ ജോലി എന്താണോ നമ്മളവിടെ നിർത്തി വെച്ച് നമുക്ക് ഉറങ്ങാൻ തോന്നും. പകരം നമ്മൾ വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ നമ്മുടെ ഓണസദ്യ പോലുള്ള സദ്യ വിഭാഗത്തിൽ ഞാനതിൽ പെടുത്തുന്നില്ല. നമ്മൾ ലിമിറ്റായിട്ടൊരു വെജിറ്റേറിയൻ ഫുഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇപ്പം കഴിക്കുന്ന വളരെ കുറച്ച് കഴിക്കാൻ നമുക്ക് കുറച്ച് എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ അങ്ങനെയുള്ള ഭക്ഷണത്തെ നമ്മൾ കൂടുതലായിട്ട് സ്വാധീനിക്കുന്നു. അപ്പം ഭക്ഷണത്തിന് നമ്മുടെ എല്ലാ സ്വഭാവത്തെയും പല രീതിയിലും, അതുപോലെ തന്നെ ഡിപ്രഷനും മറ്റു കാര്യങ്ങളും ഒക്കെ സ്വാധീനിക്കും. ഇപ്പോൾ ഒരുപാട് ഫാറ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ ചിലർക്ക് ഡിപ്രഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഭക്ഷണം സ്വാധീനിക്കുന്നു എന്നുള്ളത് ഒരു സത്യമായി തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും.